ഇന്ത്യ പോസ്റ്റിന് ഡാഡി എല്ലാം ഓക്കെ ആയല്ലോ അല്ലേ? എല്ലാം കയറ്റി അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് അന്തോനും ജെഫ്രിക്കും ഏരിയാനൊക്കെ കുറച്ച് ഒരു ഏറ്റവും ഒരു എന്താ ഗുജറാത്തിലെ ട്രേഡ് മാർക്ക് ഫുഡ് വാങ്ങിക്കൊണ്ട് പോകണം. അപ്പൊ നേരെ ഞാൻ അങ്ങോട്ട് പോകാം. നല്ല ലസ്സി വിത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ പറഞ്ഞുണ്ടല്ലോ. ഡാഡി ഈ ബ്രാൻഡിന്റെ പേരും ഉണ്ടോ? മലയാളീസിനാണോ ഫുഡ് കഴിക്കാൻ പോണ്ടേ? ഫുഡ് അപ്പോഴേക്ക് മിക്കവാറും ലഞ്ച് ഈവനിങ് ചായ ടൈം ആവും. എന്തിനാ പുഴുങ്ങിയ മുട്ട? ആദ്യമായിട്ട് താലിയിലും പുഴുങ്ങിയ മുട്ട കാണുന്നത്. നിക്കവിടെ 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 നിക്കവിടെ. അത് ഹിന്ദി മനസ്സിലാവുന്നുമില്ല. ഇത് മറ്റേ ആനേനെ ഹിന്ദി പഠിപ്പിക്കില്ല ഡാഡി ഒരു സിനിമയില്, അതുപോലെ ഇല്ലേ ആകെ മോഡ് പിക്കച്ചെല്ലൊക്കെ പറയുന്നുണ്ട്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അവിടെ സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. നാളെ വൈകുന്നേരമാണ് ഫ്ലൈറ്റ്. അപ്പോൾ ലിറ്ററലി ഇന്നാണ് ലാസ്റ്റ് ഡേ ഓഫ് സൈറ്റ് സീയിങ്. അഹമ്മദാബാദിൽ നമ്മൾ സബർമതി ആശ്രമം ക്ലോസ് ആയെങ്കിലും കുഴപ്പമില്ല, വീണ്ടും കുറേ പർച്ചേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെ ഡാഡി പിന്നെയും മാച്ചിങ് മാസ്ക് ഒക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഡാഡി. മോർണിംഗ്. അപ്പോൾ ഡാഡിയാണ് ഇത് പാക്ക് ചെയ്ത്. ഇത് അടുത്ത സാധനം രാവിലെ തന്നെ നമ്മുടെ പകുതി സമയം ഇങ്ങനെ പോകുന്നത്. ഇതുകൊണ്ട് പോസ്റ്റ് ഓഫീസിൽ അയക്കണം. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് ജോബ്. പിന്നെ എന്നോട് പേഴ്സണലി 2-3 പേരൊക്കെ എന്നെ മെസ്സേജ് ചെയ്തായിരുന്നു നമ്മളിങ്ങനെ പോസ്റ്റിലൊക്കെ കൊണ്ടയക്കുന്നത്. ചിലവർക്ക് ചേട്ടാ നിങ്ങൾ കുറച്ച് പ്രീമിയം ചാനലല്ലേ, അപ്പം നിങ്ങൾ തന്നെ പാക്ക് ചെയ്ത് സാധനങ്ങൾ പോസ്റ്റ് ഓഫീസൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത് അതൊന്നും എടുക്കണ്ട, കാണിക്കണ്ട, നിങ്ങൾ ചെയ്തോളൂ പക്ഷെ കാണിക്കണ്ട, കാരണം ഒരു ഇമേജിൻ്റെ ഒരു പ്രശ്നം വരുന്നത് എനിക്കത് ഒട്ടും തോന്നിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ലാലേട്ടൻ്റെ ഒക്കെ ഒരു എക്സാമ്പിളാണ്. നമ്മൾ അങ്ങനത്തെ ആൾക്കാരാണല്ലോ ഇൻസ്പയർ ചെയ്യുന്നത്. ലാലേട്ടൻ പുലിമുരുകൻ സമയത്ത് ടൈമിൽ ഷൂട്ടിങ്ങിൽ ഞാൻ അവിടെ ലൊക്കേഷനിൽ വെറുതെ പോയിരുന്നു. പ്രൊഡക്ഷൻകാർ ചെയ്യേണ്ട, കാരണം കുറച്ച് ലിമിറ്റഡ് പ്രൊഡക്ഷൻ ആൾക്കാർ വെച്ചായിരുന്നു അവിടെ വർക്ക് ചെയ്തിരുന്നത്. പ്രൊഡക്ഷൻ ആൾക്കാർ ഈ സ്റ്റൂളൊക്കെ പൊക്കിക്കൊണ്ട് മുകളിലേക്ക് പോകണം, കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അത് ലാലേട്ടനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, ആരും കാണിക്കാൻ വേണ്ടി പോലും അല്ല, പക്ഷെ പുള്ളിക്കാരൻ ചെയ്തു. സോ നമ്മൾ അങ്ങനെ നമ്മുടെ ഇമേജ് ഒന്നും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഒരു ലാലേട്ടൻ്റെ പാഷൻ സിനിമ ആയതുകൊണ്ട് ലാലേട്ടൻ അത് ചെയ്തു. എൻ്റെ പാഷൻ ഇങ്ങനെ ഷോപ്പിങ്ങും അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഡ്രീമുണ്ട്, അതൊക്കെ നമുക്കൊരു കാര്യം എക്സിക്യൂട്ട് ചെയ്യണം എന്ന് തോന്നുമ്പോൾ നമുക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം, അത് കാണിക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. സോ ദാറ്റ്സ് വാട്ട്. എനിക്ക് എന്നോട് കുറച്ച് പേര് കമൻറ്റ് ചെയ്തായിരുന്നു, എല്ലാവരോടും റിപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ അതെ ഇന്ത്യ പോസ്റ്റിന് ഡാഡി എല്ലാം ഓക്കെ ആയല്ലോ അല്ലേ? എല്ലാം കയറ്റി അയച്ചിട്ടുണ്ട്. ഇനിയൊന്നും ഇല്ല, സമയമില്ലല്ലോ, നാളെ പോവല്ലോ, അല്ലെങ്കിൽ ഇനിയും ഉണ്ടാകുന്നെ. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് അന്തോനും ജെഫ്രിക്കും ഏരിയാനൊക്കെ കുറച്ച് ഒരു ഏറ്റവും ഒരു എന്താ ഗുജറാത്തിലെ ട്രേഡ് മാർക്ക് ഫുഡ് വാങ്ങിക്കൊണ്ട് പോകണം. അപ്പം നേരെ ഞാൻ അങ്ങോട്ട് പോകാം. പക്ഷെ അത് വ്ളോഗ് ചെയ്യാൻ പറ്റിയൊരു കടയാണ്, കാരണം അത്രയും ഒരു സംഭവമാണത്. ഞാൻ തപ്പിപ്പിടിച്ചാണ് അതൊരു വേണ്ടിയാണ്, ജെഫ്രിന് വേണ്ടി, ബിരിയാണി വേണ്ടി. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോണം, നിങ്ങൾ 3 പേരും. ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്ത ഇന്ദുബൻ കാക്ര കാക്ര വാങ്ങാനാണ് ഞങ്ങൾ വന്നത്. അന്ന് 30 മിനിറ്റ് ഡ്രൈവ് ചെയ്താണ്, ടാക്സി പിടിച്ചാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. മര്യാദയ്ക്ക് കഴിച്ചോണം. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താ പറയുക, ഇറ്റ്സ് ദ ബെസ്റ്റ് പ്ലേസ് ടു ബൈ കാക്ര ഇൻ അഹമ്മദാബാദ്. ദിസ് ഇസ് ദ ബെസ്റ്റ് പ്ലേസ്. വെറൈറ്റീസ് ആണ്. എന്തായാലും കറക്റ്റായിട്ട് സംസാരിച്ചിട്ട് അറിയിക്കാം. ഞാൻ കുറച്ച് ഇവിടുത്തെ ലോക്കൽസായിട്ട് സംസാരിച്ചപ്പോൾ സജസ്റ്റ് ചെയ്ത സ്ഥലമാണ്. സോ കാണിച്ചു തരാം എന്താ സംഭവം. ഡാഡി ഇതാണ് കാക്ര ഷോപ്പ്. ഏകദേശം 100 വർഷം, 55 ആയിട്ട് 75 വർഷമായിട്ടുണ്ട്. എത്ര വെറൈറ്റീസ് ഉണ്ടെന്ന് അറിയോ? 101 വെറൈറ്റീസ് കാക്ര. അപ്പോൾ ഇതിൽ ചോക്ലേറ്റ് കാക്ര, ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. ചോക്ലേറ്റ് കാക്ര, പിസ്സ, ഗാർലിക്, സോയാബീൻ, ചൈനീസ്, ബിസ്ക്കറ്റ്, ഭയങ്കര കിടലും ഫ്ലേവേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ അന്തൂരിന് മേരിയാന് ഇഷ്ടപ്പെടുന്ന സാധനം വാങ്ങാൻ കുറച്ച് പാടാണ്, കാരണം അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. എനിക്കൊന്ന് പാനിപ്പൂരി ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, പാവ് ഭാജി ഇഷ്ടപ്പെടാൻ സാധ്യത, ചാട്ട് മസാല ചിലപ്പോൾ ഇഷ്ടപ്പെടും, അത് അന്തൂരിന് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എടുക്കാം. എന്തായാലും ജെഫ്രിനും വേണം, അപ്പോൾ നോക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. എനിക്കും വേണം. ഏതോനും നല്ല ഹെൽത്തിയാണ്, കാരണം ഇതൊന്നും ഫ്രൈഡ് അല്ല, റോസ്റ്റഡ് ആണ്, ഹെൽത്തിയാണ്, കിട്ടുന്ന സംഭവമാണ്. ഫുൾ കൺഫ്യൂഷൻ ഏതെടുക്കുന്നത്. ചാട്ട് മസാല ഉണ്ട്, മാഗി ഉണ്ട്, അതല്ലാതെ മഞ്ചൂരിയൻ, ഇതൊക്കെ ചൈനീസ് ആണ്. എന്ത് സംഭവം നോക്കിക്കോ, ഓരോ സ്ഥലത്ത് ഫുഡ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്.
ये क्या होता है? चौराफली। चौराफली, ओके। चॉकलेट भी होता है ना? ये डोसा खाखा। ദോശ ഡാഡി, ദോശ ഫ്ലേവർ, ചില്ലി ഗാർലിക്. അല്ലാതെ ഇവിടെ വേറെ ഉണ്ട്, റെഡ് ചില്ലി പിസ്സ കാക്ര, മാഗി കാണിച്ചല്ലോ, ഷെസ്വാൻ, ചീസ്. ഇതൊരു സംഭവം തന്നെയാണ്. പിക്കിൾ, അത് നല്ല രസമായിരിക്കും. പിക്കിൾ കാക്ര അടിപൊളി. ഇപ്പോൾ കുറേ കാക്രാസ് എടുത്തിട്ടുണ്ട്, അന്തോനും എനിക്കും ജെഫ്രിനും. അപ്പോൾ ഇത് നല്ല വെയിറ്റ് വരും മിക്കവാറും. ഇതിന് കൊണ്ടുപോകുന്നതിനെ കാട്ടി വെയിറ്റ്, സാധനത്തിനെ കാട്ടി വെയിറ്റ് എയർപോർട്ടിൽ എക്സ്ട്രാ ലഗേജ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും കാക്രാസ് എന്തായാലും വാങ്ങിയേ പറ്റും. അതായത് അപ്പോൾ കാക്ര വാങ്ങി അവിടുന്ന് തന്നെ അടുത്ത് തന്നെ ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു ഡ്രിങ്ക്സ് ഷോപ്പ് ഉണ്ടെന്ന് കേട്ടു. വയറ് ഫുള്ളാണ്, കിഡിലും ബ്രേക്ക്ഫാസ്റ്റ് ബുഫയാണ്. എന്നാലും ഇതൊക്കെ ഒരു ലെജൻഡറി സ്ഥലമൊക്കെ കാണുമ്പോൾ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാതെങ്കിലും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് അവിടെ പോയി കഴിച്ചിട്ട് വേണം ഇനി ഞങ്ങൾക്ക് തിരിച്ച് ഹോട്ടലിൽ പോയി, കഴിച്ചിട്ടല്ല കുടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഹോട്ടലിൽ പോകാൻ. എന്താ അവിടുത്തെ മെയിൻ സംഭവം എന്ന് പോയി നോക്കാം. എന്തൊരു രസം അല്ലെങ്കിൽ പുതിയ പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യാൻ കിട്ടുമ്പോൾ. ഗൈസ്, ഡാഡി ഓടിപ്പോകുന്നുണ്ട്. ഡാഡി ഇപ്പം നിങ്ങൾ പറഞ്ഞ് ഇനി മാച്ചിങ് മാസ്ക് അല്ലാതെ വെക്കില്ല. അതുകൊണ്ട് എവിടെ മാസ്ക് കണ്ടാലും ഡാഡി അത് തപ്പിപ്പോവും. നിങ്ങളാണ് എൻ്റെ കാരണം. യു ഗൈസ് ആർ ഇൻസ്പയറിങ് ഹിം ടു ഫൈൻഡ് ഹിസ് യൂത്ത്നെസ് വൺസ് അഗൈൻ. അപ്പോൾ അതിന് ഒരുപാട് താങ്ക്സ്. ഡാഡിയുടെ ഹോട്ട് ഡ്രൈ ഫ്രൂട്ട് മസാല മിൽക്ക് എങ്ങനെയുണ്ട്? കഴിച്ചിട്ട് മസാലയുടെ ഒക്കെ ഫ്ലേവർ ഉണ്ടോ? കിഡ്ലനാ? ആണല്ലേ, അടിപൊളി. എന്തൊക്കെ പുതിയ പുതിയ സാധനങ്ങൾ നമ്മൾ ട്രിപ്പിൽ ട്രൈ ചെയ്തു അല്ലേ? എൻ്റെ നോക്കിക്കോ, നല്ല ലസ്സി വിത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. ആ കൂടെ എത്രയാ? ഡാഡിയുടെ 60 രൂപ, എൻ്റെ 90 റുപ്പീസ്. നാട്ടിലൊക്കെ ഈസി ആയിട്ട് നല്ല സാധനങ്ങൾക്ക് ഇതിനൊരു എത്ര വരും? ഒരു 150 ഒക്കെ ചാർജ് ചെയ്യും. തിക്നെസ് നോക്ക്, ഐസ്ക്രീം ഷേക്ക് പോലെ ഉണ്ട്. ഓഫ്, ഇതേ സംഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ലസ്സി നമുക്ക് ഗ്ലാസ്സിലിങ്ങനെ മിൽക്ക് ഷേക്ക് അല്ല, ജ്യൂസും മിൽക്ക് ഷേക്കും കുടിക്കുന്ന പോലെ ഒന്നും കുടിക്കാൻ പറ്റില്ല. സ്ട്രോ വെച്ച് പോലും കുടിക്കാൻ പറ്റില്ല. അതാണ് ലസ്സി. ഇത് തിക്കാന്ന് നോക്ക്. ഡ്രൈ ഫ്രൂട്ട് വിത്ത് മാംഗോ ആണെന്ന് തോന്നുന്നു. ബട്ടർ വെറുതെ ഇട്ടിരിക്കുന്നു, അതിൻ്റെ കൂടെ കുറേ ക്രീമും. ഓ, ഇനി ഞാൻ പറയട്ടെ, എൻ്റെ 7 കിലോ കൂടിയിട്ടുണ്ട് 20 ദിവസത്തിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് ഭയങ്കര മെറ്റബോളിസം അല്ലെങ്കിൽ ഭയങ്കര ഞാനും എല്ലാവരെയും പോലെ നന്നായി വണ്ണം വെക്കും. നാട്ടിൽ പോയി, ഇവിടെ ഇപ്പോൾ 20 ദിവസമായി. നാട്ടിൽ പോയി ഒരു 25 ദിവസത്തിൽ ഞാൻ തിരിച്ച് എൻ്റെ പഴയ വെയിറ്റ് 87 88 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെയിറ്റിലെത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ട്രിപ്പ് അവസാനിക്കാറായപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്രീ കോവിഡ് ടെസ്റ്റ് ഉണ്ടാകുമ്പോൾ അത് ഇത് അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ ഇനി തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ അസുഖമായിട്ടൊന്നും പോകാതിരിക്കാൻ. സോ നമ്മളൊരു കോവിഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചല്ലേ ഡാഡി? തുമ്മത്തില്ല, തോന്നല. തുമ്മാൻ വരും, തുമ്മത്തില്ല. മൂക്കിന്റെ അകത്തേക്ക് ഇടണ്ടാടി അങ്ങനെ. പക്ഷെ ഞാൻ വെച്ച് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. ഡാഡി എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? 2 മിനിറ്റ് കൊണ്ട് റിസൾട്ട് വന്നു. പക്ഷെ നെഗറ്റീവ് ആണ്. പക്ഷെ അവർ നമുക്ക് ആ റിപ്പോർട്ട് തരുന്നില്ല. കാരണം അത് ഇവരുടെ ഇവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ നെഗറ്റീവ്. ഇത്രയും കറങ്ങിയിട്ട് ഒരു കുഴപ്പമില്ല. അപ്പൊ അടിപൊളി. ഡാഡി എങ്ങനെയുണ്ട് മോള്? ഭയങ്കര മോള്. പ്രിയയുടെ സന്തോഷമായി, പ്രിയക്ക് ഹാപ്പിയായി. വെയിലും കൊള്ളണ്ട, ഷോപ്പിങ്ങും ചെയ്യാം, അറ്റ്ലീസ്റ്റ് കണ്ടെങ്കിലും നടക്കാം. നല്ലൊരു ക്രിസ്മസ് ഫീലും ഉണ്ട്. മെറി ക്രിസ്മസ്. നമ്മൾ ക്രിസ്മസിന് ഒരു കിഡിലൻ ബുഫയ്ക്ക് പോകുന്നതായിരിക്കും. എവിടെയാണെന്ന് അറിയാവുന്ന ഒരു ഗസ് ചെയ്യാം. എറണാകുളത്ത് അല്ല, വ്യൂവേഴ്സോട് പറഞ്ഞ അറിയാവുന്ന സ്ഥലം ഗസ് ചെയ്യാമെങ്കിൽ. അറിയാമെങ്കിൽ ഗസ് ചെയ്യാൻ. ഏതു ഡിയർ ഡിയർ ഡിയർ
ഞങ്ങൾ വൺ മാൾ അഹമ്മദാബാദ് എന്ന് പറഞ്ഞ മാളിലാണ്. ഐ തിങ്ക് ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് മാൾ ഇൻ ഗുജറാത്ത്. സോ ഇന്ന് ഭയങ്കര ചൂടാണ് രാവിലെ. അപ്പോൾ ചൂടത്തെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇത് തന്നെയാണ്, ഇൻഡോർ കറങ്ങുന്നതാണ്. പ്രിയക്ക് പേര് ഭയങ്കര ഇഷ്ടമായി, പ്രമോദ് എന്ന്. നമ്മുടെ നാട്ടിലെ വല്ല മലയാളി ബ്രാൻഡാന്നൊക്കെ പറഞ്ഞാണ് പ്രിയ കയറിപ്പോകുന്നത്. വെറുതെ കേട്ടാ, ഈ സെയിലിൻ്റെ കണ്ടുകൊണ്ടാണ്. അപ് ടു 70%. ഡാഡി ഈ ബ്രാൻഡിൻ്റെ പേര് കണ്ടോ? മലയാളീസിൻ്റെ വല്ല ആണോ? ഇവിടെ ഇങ്ങനെയുള്ള പേരുള്ളവരുണ്ടാവും. മോഹൻ വെരി കോമൺ ആണ് ഇവിടെ. എല്ലാം മിക്കവാർക്കും ഒരുപാട് പേർക്ക് മോഹൻ്റെ പേരുണ്ട്. പക്ഷെ മോഹൻ എന്ന് പറഞ്ഞാൽ കടയില്ല. മോഹൻ സ്റ്റോഴ്സ് ഉണ്ട്. എവിടെയാണെന്നറിയോ? യർക്കാടം കണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ഫേമസാണ്. അപ്പോൾ പ്രിയ ഡിസ്കൗണ്ട് കണ്ടുകൊണ്ട് അകത്തേക്ക് കയറി. ഡാഡിയുടെ ഏറ്റവും ഫേവറേറ്റ് സാധനം ലൈഫിൽ ഇപ്പം എന്താണെന്നറിയോ? ആമസോൺ ഫയർ TV. അത് വന്നേ പിന്നെ ഡാഡി എത്ര സിനിമകൾ കണ്ടു കാണും? ഒരു ദിവസം 2 വീതം കാണും. അങ്ങനെ എത്ര നാളെ കാണും? കാണാനില്ല ഇനി ഒന്നുമില്ല. ഫയർ സ്റ്റിക്ക് അല്ല, ആമസോണിൽ കഴിഞ്ഞു, നെറ്റ്ഫ്ലിക്സ് കഴിഞ്ഞു, സൺ TV കഴിഞ്ഞു, ZEE5 കഴിഞ്ഞു. ഡാഡിക്ക് അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ദേഷ്യം. ഒന്നും കാണില്ല. ഒരു ദിവസം ഡെയിലി കേട്ടോ, എനിക്കൊന്നൊരു 2 years ആയിട്ട് ഡെയിലി എന്ന് പറഞ്ഞാൽ അത് ഞാൻ ട്രാവലിംഗ് അല്ലെങ്കിൽ എല്ലാ ദിവസവും 2 സിനിമ വെച്ച് ഡാഡി കാണും. എല്ലാ ഭാഷയും കാണും അല്ലേ? ഡാഡി ഇന്ന് വേദുവിൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇതും പപ്പിയുടെ ആണ്. പക്ഷെ എനിക്ക് ഭയങ്കര ക്യൂട്ട് ഇങ്ങനത്തെ സസ്പെൻഡേഴ്സ്. പപ്പി ബേബീസ് ആണ് വേദ്. കണ്ട ഹാപ്പി ബേബിയാണ്. നിങ്ങളുടെ പിള്ളേർ എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും മേക്ക് ഷുവർ യു ഹഗ് ദം ഓർ യു കിസ് ദം. ഫിസിക്കലി യു ഗെറ്റ് ഇൻ കോൺടാക്ട് വിത്ത് ദം എവറി ഡേ. ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ഒരു ബോണ്ടിങ് ഞാൻ വായിച്ചതാണത്. പ്രിയ ദേ പുതിയ i20. നമുക്കൊരു പുതിയ കാറ് വേണ്ട, ഇനി ഇടയ്ക്കിടയ്ക്ക് ഓടണ്ടല്ലോ. ഞങ്ങൾക്ക് ആക്ച്വലി ഞങ്ങളൊരു 7 വർഷമായി കാറ് മാറ്റിയിട്ട്. പക്ഷെ ഇത്രയും നാളെ ഞങ്ങൾക്ക് എൻ്റെ ആവശ്യം തോന്നിയില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് വലുതാക്കിയിട്ടുണ്ട്. നൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ നമുക്ക് പറ്റില്ല, നമുക്കൊരു SUV തന്നെ വേണം. കാരണം റോഡില്ലാത്ത സ്ഥലത്തേക്കൊക്കെ ആയിരിക്കും ഞങ്ങൾ പോകുന്നത് കൂടുതൽ. അപ്പോൾ ഡാഡി ഞങ്ങൾക്കൊരു പുതിയ കാറൊക്കെ ഇനി വാങ്ങേണ്ടി വരില്ലേ ഇങ്ങനെ യാത്ര ചെയ്യണമെങ്കിൽ? ഡാഡി കാറ് വെറുതെ കയറി നോക്കി പ്രിയ നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ട് എന്തോ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. എന്താ അത്? തുറന്നു നോക്ക്. മാസ്ക് ആൻഡ് സാനിറ്റൈസർ. ഡാഡിയുടെ നമ്പറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഡാഡിക്കും കിട്ടും. നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. അപ്പോൾ നല്ലതാണ് ഡാഡി, ഇത് കൊടുക്ക്. ഡാഡി ഫ്രീ ഇട്ടത് ഒന്നും കളയരുത്, ഓട്. ഇത് നല്ലതാ, പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കാം. ഡാഡിക്ക് മാച്ചിങ് മാസ്ക് ആവശ്യമുണ്ട്. പ്രിയ എടുത്തല്ലേ ലിപ്സ്റ്റിക് ഒക്കെ? അതെ, ആ എഡ്സൺ ടോപ്പ് എൻഡ് മോഡലിന് 12.6 ആണ്. അന്നെങ്ങാട്ടി ഭേദം വേറെ SUV ചെറുതെടുക്കുന്ന. ചെറിയ SUVക്ക് ആ റേറ്റേ ഉള്ളൂ. ഭയങ്കര എക്സ്പെൻസീവ്. സൺറൂഫ് ഒക്കെ. പ്രിയക്ക് സൺറൂഫ് ഭയങ്കര ഇഷ്ടമാണ്. പ്രിയ സ്റ്റാർബക്സ് ഉണ്ട്. ആ അയ്യടാ വേണ്ട, ഇപ്പൊ എന്താ സ്റ്റാർബക്സ്? നമുക്ക് വല്ല ഫുഡ് തന്നെ കഴിക്കാം. കോഫി, ഈവനിങ് കോഫി നോക്കാം. പ്രിയ വേദുവിന് പപ്പാനീനെ വേണമെന്ന്. പ്രിയ ഫുഡ് കഴിക്കാൻ പോണ്ടേ? ഫുഡ് അപ്പോഴേക്ക് മിക്കവാറും ലഞ്ച് ഈവനിങ് ചായ ടൈം ആവും. വിശക്കുന്നില്ലേ? നല്ല കിഡിലും ഫുഡ് കോർട്ടാണ്. നേരെ ദോശ എക്സ്പ്രസ് വന്നു. ദോശ കഴിക്കാൻ മൂടുണ്ടോ? ഡാഡിക്ക് ദോശ മതി. നമുക്ക് വേറെ വല്ലതും എടുക്കാം, ഡിഫറെൻറ്റ് സംഭവങ്ങൾ. ദോശ വേണ്ട, ദോശയൊക്കെ ഇരിക്കുന്നത്. ദോശ മതിയോ? നോക്കാം എന്താ ഉള്ളതെന്ന്. അപ്പോൾ ഡാഡിയുടെ ഫേവറേറ്റ് ഊത്തപ്പം വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട് ഡാഡി? നല്ല ടേസ്റ്റാണ്. പക്ഷേ ഈ 4 എങ്ങനെ കഴിക്കുമെന്ന് ആലോചിക്കുന്നത് ഞാൻ. ക്വാണ്ടിറ്റി കൂടുതലാണ്. അത് അവര് വലിയ ഊത്തപ്പം മുറിച്ച് 4 പീസാക്കി വെച്ചിരിക്കുക. ഗുജറാത്തികളെ ഒറ്റ ഊത്തപ്പം അത് 4 പീസാക്കി വെച്ചിരിക്കുന്നേ ഉള്ളൂ. ഗുജറാത്തികളുടെ ക്വാണ്ടിറ്റീസ് ഭയങ്കര കൂടുതലാണ്. നമ്മുടെ ഹോട്ടലിലാണെങ്കിലും ഭയങ്കര ഫുഡ് കൊണ്ടുവന്നോണ്ടിരിക്കും. ഇവിടെ ഊത്തപ്പം കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എല്ലായിടത്തും ഇപ്പം എല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എൻജോയ് ഊത്തപ്പം. നമ്മുടെ താലിയാ പ്രിയ, നമ്മുടെ താലി. പക്ഷെ അതിൻ്റെ സ്വീറ്റ് ഉണ്ട്. അപ്പോൾ ഇതെന്തോന്നാ ഈ താലി? ഇവരുടെ പുഴുങ്ങിയ മുട്ട 4 എണ്ണം, 2 പ്ലേറ്റ് ചിക്കൻ കറി, ജീര റൈസ്, 6 ചപ്പാത്തി. അയ്യോ, ഡെസേർട്ട്. ഇതെന്താ? സംഭാരം, സവോള. മതിയോ ലഞ്ചിന്? കൊള്ളാവോ സാധനം? 2 എണ്ണം മതിയോ? ഡാഡി ഉത്തപ്പം കഴിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഫുൾ കഴിച്ചോ?
ടേസ്റ്റ് എങ്ങനെയുണ്ട്? പ്രിയ, അപ്പോൾ ലഞ്ച് കഴിഞ്ഞു. ഇനി ഡിസേർട്ടിന് പോകണോ അതോ ഷോപ്പിങ്ങിന് പോകണോ? വേദു ഡിസേർട്ടിന് പോകണോ അതോ ഷോപ്പിങ്ങിന് പോകണോ? നോക്കാം, എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നല്ല രസമുണ്ട് നടക്കാൻ അല്ലേ? ആ വേദു കം. പ്രിയ, ഇനി നമ്മുടെ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ആകാൻ പോകുന്നത് എന്തിനാണെന്നറിയോ? നേരെ കാണുന്ന 2 സ്ഥലങ്ങളിൽ ഞാൻ എൻ്റെ അപ്പയുടെ പൈസ മൊത്തം കൊയ്റ്റി കളഞ്ഞത് ഇത് കളിച്ചാണ്. മിക്കവാറും വേദും അതുപോലെ തന്നെ അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇതൊന്ന് ഫങ്കി മങ്കി, അതൊക്കെ കിഡ്സ് പ്ലേ ഏരിയ തോന്നുന്നു. നല്ല രസമില്ലേ? ഓ നൈസ്. നോ ഇറ്റ്സ് ഓപ്പൺ. പ്രിയ, വേദു നോക്ക്. വാവ് വാവ് ഉറങ്ങിക്കിടന്ന ആളാ. കളിക്കണോ മോന്? വരില്ല അല്ലേ? അതൊന്നും നോക്കണ്ട, അവന്റെ ഹാപ്പിനെസ് അല്ലേ ഇമ്പോർട്ടന്റ്. റെഡി വേദു റെഡി ആയിട്ട് അപ്ലൈ ചെയ്യുക. വരുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ലൈഫില്. ഇനിയിപ്പോ വേദു ഇവിടുന്ന് വരത്തില്ല. നോക്കട്ടെ. മോൻ സെറ്റ് അപ്പൊ ഇട്ട് തരാം. ഇതു എക്സൈറ്റഡ് ആണ്. സോക്സ് ഇല്ലാതെ അവര് കേട്ടില്ല. എന്നാലല്ലേ ക്ലീൻ ആയിരിക്കും. അതുകൊണ്ട് ഞാനും പോയി സോക്സ് വാങ്ങേണ്ടി വന്നു. ഓക്കെ, അപ്പൊ വേദു ഏതി തുടങ്ങണം? അതി കയറാം. ബാ, എങ്ങനെയുണ്ട് വേദു? വാവാണോ? നോക്ക്. നീ ഇറങ്ങുമോ? ഇതിന്ന് ഇറങ്ങുമോ വേദു? അടുത്ത റൈഡിലേക്ക് പോയാലോ? നോന്ന് ഡാഡിനെ വിളിക്കുന്നു. ബായ് പറ. വാവ് വേദു, വാവ്. ആ പയ്യൻ പോട്ടെ, ഉന്തിയിടും. വേദുവിന് ഉന്തിയിടും. ആ സ്ലൈഡിൽ പോവാണോ? സ്ലൈഡിൽ പോ. ഇല്ല പോയിക്കോ, നോക്കാലോ. ബാ വേദു, ബാ. 1 2 ബാ. ദേ ഇടിച്ചു വേദുവിനെ. ബാ വേദു, ബാ. ഇതിൽ കൂടെ പോ. ഓട്. നിക്കവിടെ. നോക്ക് അവിടെ എന്താ നോക്ക്. ഇതെന്താ? ഇതൊക്കെ എന്താ? വെറുതെ ഇതൊക്കെ കറക്കിക്കാൻ വരും. എന്താന്ന് എനിക്കും അറിയില്ല. പ്രിയക്ക് അറിയാന്ന് അതെന്താന്ന്. എന്താ അത്? വേദന എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ല അല്ലേ? നമ്മളൊക്കെ കുഞ്ഞിന്റെ എന്തൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും ഇവർക്ക്. സ്കൂളിൽ പോവാതെ ഫുൾ ടൈം ഇവിടെ തന്നെ ആയാലേ. അയ്യോ എന്തൊരു സ്പീഡോ ചെയ്തു. ബോൾ. ഇനി അപ്പുറത്ത് പോവാ. അവിടെ ബോൾ ഏരിയ. പ്രിയ ചാടിയാൽ പൊടിയും കേട്ടാ. വാവ് വേദു, വാവ്. വേദുനെ വിട്ട് തന്നെ ചാടിയാൽ എന്ത് പറ്റും നോക്കട്ടെ. പ്രിയക്ക് തന്നെ പേടി. എനിക്ക് നടക്കാൻ പറ്റും. വേദു ജംപ് നോക്കട്ടെ. അപ്പൊ വേദുന് എന്തൊക്കെ ചെയ്യാൻ അറിയാം നോക്കട്ടെ. ജംപ്. പ്രിയ ഇത് പിള്ളേരുടെ പ്ലേ ഏരിയ ആണ്. പോവാം.
ബാ പോവാം. പോവാം ബൈ പോവാം. ബാ അപ്പൊ നമുക്ക് അപ്പുറത്ത് പോവാം. ബാ 1 മണിക്കൂറായാലും ഇരുന്ന് കറങ്ങാൻ തുടങ്ങിയിട്ട്. എന്താണ് ഹോസ്ന്നോ? വേദു കറക്റ്റ് 1 അവറായി. ബാ എന്താ ഞാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞോ കേറുമ്പോ? ഞാൻ തല വിളിക്കുന്നില്ല, ക്യാമറ വിളിക്കാം. യെസ് എന്ന്. ഇനി മേല ഇങ്ങനത്തെ സ്ഥലത്തേക്കില്ല. ഞാൻ പറഞ്ഞല്ലേ. അതെ, ഒരുപാട് ആഗ്രഹിച്ച് എപ്പോഴും എന്നോട് പറയുന്ന ഒരു സാധനം ഇവിടെ ഉണ്ട്. സെഗ്വേ കയറാൻ താല്പര്യമുണ്ടോ? ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല, എത്ര സ്ഥലത്ത് പോയിട്ടും. ഇന്ന് എന്തായാലും കയറാം, ഒരു റൗണ്ട് എടുത്തിട്ട് വരാം. ഭയങ്കര ആഗ്രഹമാണ് ബ്രേക്കിംഗ് എക്സ്പീരിയൻസ്. ഏക് റൗണ്ട് ലൈന് അതൊന്നും പറയാൻ പറ്റില്ല. ഇത് പക്ഷെ വലിയ ടയറുണ്ട്. പ്രിയ ഭയങ്കര ഇന്റൻസ് ട്രെയിനിങ് സെഷനിലാണ്. മിക്കവാറും തലയും കൊത്തി വീഴാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് ഹിന്ദി മനസ്സിലാവുന്നുമില്ല. ഇത് മറ്റേ ആനേനെ ഹിന്ദി പഠിപ്പിക്കില്ല ഡാഡി ഒരു സിനിമയില്, അതുപോലെ ഇല്ലേ ആകെ മോഡ് പീച്ചെ ചെല്ലൊക്കെ പറയുന്നുണ്ട്. ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയാണ്. ഇതൊക്കെ കയറുന്നുണ്ട്. വേദി ഇപ്പം അടി കിട്ടു കേട്ടാ. അതേ വരുന്നു. അടുത്ത ആള് പുറകെ വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ടോ? എന്തായാലും ആഗ്രഹം സാധിച്ചല്ലോ. വേണ്ട വേണ്ട, ഇതേ പോകുന്നു ഒരാള്. പ്രിയ ദേ അടുത്ത സ്ഥലത്ത് വന്ന് കേറിയിട്ടുണ്ട് മോൻ. വേദു അപ്പൊ വേറെ സാധനം തരാം. എല്ലാ ദിവസവും ഇങ്ങനെ എങ്ങനെ ടോയ് വാങ്ങുന്നത്? വേണ്ട ഡാഡി ദേ അടുത്ത ടോയ് എടുത്തോണ്ട് വരുന്നു. അതുവരെ ഞാൻ ബില്ല് കണ്ട് ഇപ്പൊ എന്താ ഇമോഷൻസ് ഒന്നും ഇല്ല. ചെറിയ ബില്ല, നീളവും ഇല്ല. പ്രിയ കോഫി വേണ്ടേ? അതോ പിന്നെ കൊള്ളാടെയാണോ? പ്രിയ ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്നോട് ഗുജറാത്തി വന്നപ്പോൾ കഴിക്കാൻ പറഞ്ഞ ഏറ്റവും സിമ്പിൾ സാധനമാണ് കോഫി ആൻഡ് മസ്ക ബൺ എന്ന് പറയാം, ബട്ടർ ബൺ. പക്ഷെ ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ സാധനമാണ് ഇത്. നമ്മുടെ നാട്ടിൽ പറ്റി നല്ല സ്വീറ്റ് അല്ല, ഇത് വെറുതെ ബട്ടർ കിലോ കണക്കിന് വാരിയിടും, കിലോ കണക്കിന്. എന്നിട്ട് വെറുതെ കഴിക്കാൻ പറയും, അത്രേ ഉള്ളൂ. സ്വീറ്റ് ആണോ? ഒരു ഐഡിയ ഇല്ല, സ്വീറ്റ് ഒന്നും ആയിരിക്കില്ല. ജസ്റ്റ് ഒരു ചായയുടെ കൂടെ കഴിക്കുന്ന സാധനമാണ്, ഭയങ്കര ഫേമസ് മസ്ക ബൺ. ഇത് ബട്ടർ അകത്തും ഉണ്ട് വെളിയിലും ഉണ്ട്. പ്രിയ എൻ്റെ കണ്ട? നോ, ഇറ്റ്സ് പ്യുവർ ലിക്വിഡ് തിക് ചോക്ലേറ്റ് ഷേക്ക്. വേറെ ഒന്നുമില്ല. ദെയർസ് നോട്ട് ഈവൻ ഐസ്ക്രീം, ഇറ്റ്സ് ജസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ദാറ്റ്സ് എ തിക് ഷേക്ക്. എന്നാൽ ഇതെന്താ ഈ സംഭവം ഇത്രയും ഫേമസ് ആവാൻ? ഒയ്യോ, അതേ അകത്തും ബട്ടറാ പ്രിയ. വേദുവിന് കൊടുക്കാൻ. വേദു മസ്ക ബൺ കഴിക്കും. വേദു ഇവിടുത്തെ വല്ല സംഭവമായിരിക്കും. മസ്ക ബൺ കഴിച്ചിട്ടെ എല്ലാവരും മസ്ക അടിക്കണേ കേട്ടാ. എന്നാ നോക്കാമല്ലോ, അങ്ങ് കഴിക്കാം. വാവ്, ഇതപ്പയ്ക്ക് തരുമോ? ഐസ് ഡാഡി കഴിച്ചു നോക്ക്. ഗുജറാത്തിലെ ഭയങ്കര ഫേമസ് സംഭവം. കൊള്ളോ? ഫുൾ ബട്ടർ, ഫുൾ ബട്ടർ. എനിക്ക് സന്തോഷമായി. എന്തായാലും കിട്ടിലെ മാളാണ് ഈ വൺ മാൾ അഹമ്മദാബാദ്. ഭയങ്കര ക്ലീനാണ് ഇവിടെ. ആൾക്കാർ ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് മാളിൻ്റെ അകത്ത് സെക്യൂരിറ്റീസ് മാസ്ക്, വേറെ മാസ്ക് എന്ന് പറഞ്ഞ ബോർഡൊക്കെ പിടിച്ച് വെക്കുന്നുണ്ട്. ഞാനത് നോക്കട്ടെ ആരെങ്കിലും കാണിക്കാൻ പറ്റുന്നു. അതുപോലെ നല്ല ഫുഡ് കോർട്ട് ഉണ്ട്. മിക്കവാറും ഇന്ന് രാത്രി ടാക്കോ ബെല്ല് കഴിക്കാൻ ഭയങ്കര ക്രേവിങ്. ടാക്കോ ബെല്ല് കഴിക്കാം.
അടിപൊളി മാള്, കിട്ടില്ല മാള്. മറ്റേ പിള്ളേരുടെ പ്ലേ ഏരിയ ആണെങ്കിൽ സൂപ്പറാണ്. പ്രിയ സെഗ്വേ ചെയ്യാൻ പറ്റി, അപ്പോൾ അതും അടിപൊളിയാണ്. എല്ലാം കൊണ്ടും ഇനിയും പ്രിയ ഒന്നും കൂടെ ഷോപ്പിങ്ങിനൊക്കെ പോകുന്നതെന്ന് പറയുന്നുണ്ട്. ബിഗ് ബസാറുണ്ട്. വേദുവിൻ്റെ ഡൈപ്പേഴ്സൊക്കെ കഴിഞ്ഞു. വേദുവിൻ്റെ ഡൈപ്പേഴ്സ് ഞങ്ങൾ ആക്ച്വലി 20 ദിവസം എന്ന് വിചാരിച്ചാണല്ലോ വന്നത്. ഇപ്പോൾ ട്രിപ്പ് ഇങ്ങനെ നീണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാം കഴിഞ്ഞു. അപ്പോൾ സപ്ലൈസ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്യണം, സെർലാക്ക് വാങ്ങണം. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ പരിപാടീസൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മിക്കവാറും ഇന്ന് ഫുൾ ഡേ മോളിലായിരിക്കും. ഇത് ആദ്യമായിട്ടല്ലേ കാണുന്നത്? പിയാനോ തന്നെ പ്ലേ ചെയ്യുന്നു, പക്ഷെ കീയും അതുപോലെ തന്നെ അമർന്നുണ്ട്. ഡൈപ്പർ വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു. വന്ന് കയറിയതും പ്രിയ ഈ കടയിൽ. ഏത് കടയത്? ഷോപ്പ് സ്റ്റോപ്പ്. ഇതൊക്കെ പ്രിയക്ക് വാങ്ങുന്നതാണ്. ഇനി അങ്ങനെ നമ്മൾ ഇനിയും പാർസൽ ചെയ്യണം. കുറെ കൂടി വേറെയും കുറെ സാധനം കൂടിയിട്ട് വാങ്ങി. പക്ഷെ എന്തിനാ ഇതിനോട് മാച്ചിങ് ആയിട്ടൊന്നും ഇല്ലല്ലോ നമുക്ക്. അത് മനസ്സിലായി. പക്ഷെ അതെ, പക്ഷെ നമുക്ക് മാച്ചിങ് പ്ലേറ്റ്സ് ഒന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. നല്ല ഭംഗിയില്ലേ? ഇവരെല്ലാരും പ്രിയക്ക് ഭയങ്കര സപ്പോർട്ട്. അത് കൊള്ളാം, ഇത് കൊള്ളാം, വാങ്ങിച്ചോളാം പറഞ്ഞു. ലേഡീസിനെ അറിയുള്ളൂ എന്തൊക്കെയാ ഭംഗിയെന്ന്. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ വേദുവിന് എന്തെങ്കിലും ഞങ്ങൾ ഈ മോഷനൊക്കെ പോയാലും ക്ലീൻ ചെയ്യുന്ന വൈപ്സ് ഒക്കെയാണ്. മിക്കവർക്കും പേടിയാണ് വൈപ്സ് ഉപയോഗിച്ചാൽ പ്രശ്നം വരുമോ, അല്ലെങ്കിൽ അത് ഹൈജീനിക് ഒക്കെ ആണെന്ന്. പക്ഷേ നല്ല ബ്രാൻഡ് വൈപ്സ് ഉപയോഗിച്ചാൽ ഞങ്ങൾക്ക് ഇത്രയും കാലം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ കൊച്ചിലെയൊക്കെ വേദുവിനെ എപ്പോഴും വാഷ് ചെയ്യിപ്പിക്കില്ല. കാരണം വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും വെള്ളം സ്കിന്നിൽ തട്ടുമ്പോൾ അതിൻ്റെ മോയ്സ്ചറൈസിങ് കുറയും, ഡ്രൈനസ് കൂടും. അതുകൊണ്ട് മാക്സിമം ഞങ്ങൾ വൈപ്സ് ആയിരുന്നു കൊച്ചിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വലുതാകുമ്പോൾ വീട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ വാഷ് ചെയ്യും. പക്ഷെ ഇപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വൈപ്സ് ആണ് ഉപയോഗിക്കുന്നത് ഫോർ ക്ലീനിങ്. അതുമാത്രമല്ല എപ്പോൾ പാമ്പേഴ്സ് മാറ്റിയാലും നമ്മൾ ക്ലീൻ ചെയ്യും. സോ വൈപ്സ് ഉപയോഗിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ നല്ല ബ്രാൻഡ് നോക്കി എടുക്കണം എന്നേ ഉള്ളൂ, വേറെ ഒരു വിഷയമില്ല. ഇപ്പോൾ ഞങ്ങൾ ചെയ്ത മതക്കേൻ്റെ നല്ല വൈപ്സ് ആണ്, ഒരു കുഴപ്പമില്ല. സന്തോഷം കണ്ട കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്താ കാരണം. വാങ്ങി ഡാഡി, ഡിസ്കൗണ്ട് ഒന്നും ഇല്ല, 2 എണ്ണം വാങ്ങി. ഡാഡിയാണ് ഫുൾ സപ്പോർട്ട് ഈ പ്രിയക്ക്, എല്ലാം ലാഭം വന്നു. പ്രിയ പോകുന്നുണ്ട്. പ്രിയ എങ്ങോട്ട് വാ, അകത്ത് വ്ളോഗിങ് ചിലപ്പോൾ സമ്മതിക്കില്ല. എന്തത്? അത് ഈ കളേഴ്സൊക്കെ വെച്ചേ അവരിങ്ങനെ പ്രിയനെ പോലത്തെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഫ്ലാറ്റ് 40% ഓഫ്. ഒരു പാത്രക്കടയിൽ നിന്ന് വന്നിട്ട് ഇപ്പൊ അടുത്ത പാത്രക്കട. കാണാനൊക്കെ കൊള്ളാം. വെയിറ്റ് ഓവർ വെയിറ്റ് ആയി പറയാം. ഇനിയും ഞാനും ഡാഡി ഇരുന്ന് പാക്ക് ചെയ്യേണ്ടി വരും, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് പാത്രം ഏതായാലും ഫുഡ് നന്നായാൽ മതി, അതുകൊണ്ട് എനിക്കിതിലൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് ഫുഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പാത്രം കിട്ടാനും. പ്രിയ മോൾ അടയ്ക്കാറായ എന്ത് വെറമോട ജീൻസ് വേണമെന്ന് പ്രിയക്ക്. വൈറ്റ് കളർ ജീൻസ് ഇല്ലാന്ന്. ഏത് അമ്മയ്ക്ക് വൈറ്റ് കളർ ജീൻസ് ഇല്ലാന്ന്. ഡാഡി ഇതേ ഷട്ടറൊക്കെ അടച്ചു. അപ്പോൾ പ്രിയ ഫുൾ മറ്റേ റണ്ണിങ് മാരത്തോൺ റേസിനൊക്കെ ലാസ്റ്റ് ഒരു 100 മീറ്റർ ഓടില്ലേ, അതുപോലെയാണ് ഫുൾ സ്പീഡിൽ. ടൈമില്ലല്ലോ. ഷട്ടർ ഇട്ടിട്ട് പ്രിയ വരുന്നില്ല. അവിടെ വേറെ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, കൂളിംഗ് ഗ്ലാസ് ഒക്കെ. ഇതേ കണ്ട, ഇങ്ങനെയൊക്കെയായി ഇപ്പോൾ ഷോപ്പിംഗ്. പക്ഷെ എന്തായാലും എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ, ഒരു കുഴപ്പമില്ല. വേദു പോയിട്ടുണ്ട് അങ്ങോട്ട്. വേദുവിന് പിന്നെ ഷട്ടറിൻ്റെ ഐറ്റൊന്നും വിഷയമല്ലല്ലോ. അപ്പോൾ പ്രിയ എന്നെ ജയിച്ചിരിക്കുന്നു. യുദ്ധക്കളത്തിൽ നിന്ന് ജയിച്ചിറങ്ങി വന്നിരിക്കുന്നു. ആ സമയമുണ്ട്, അതാ ജസ്റ്റ് ക്ലോസിംഗ് ആണ്. വാങ്ങിയല്ലോ അല്ലേ? എന്നാ പ്രിയ ക്യാൻഡില്. ഇത് സത്യമാണോന്നും അറിയില്ല. ഇങ്ങനെ ആര്യൻ ഫൗണ്ടേഷൻ നമ്മളൊരു ക്യാൻഡിൽ വാങ്ങിയ എത്ര 200 രൂപ വേണ്ട, റേറ്റ് കൂടില്ല. പക്ഷെ അവരത് എന്തോ ചൈൽഡിന്റെ എഡ്യൂക്കേഷനിൽ എന്തോ സ്പോൺസർ ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. പ്രിയ നമുക്ക് വേണ്ടി വെള്ളം വെച്ചിരിക്കുന്നു. നമ്മൾ ഭയങ്കര വെള്ളം കൂടിയാണ്, അത് മനസ്സിലാക്കിയിട്ട് ഇവര് ഒരു ക്രേറ്റ് വെള്ളം കൊണ്ട് വെച്ചിരിക്കുക. ഇവർക്ക് നമ്മളെ ശരിക്കും നന്നായി മനസ്സിലായി തോന്നി 4 ദിവസത്തില്. ചോദിക്കുന്നതുകൊണ്ടേ നല്ല 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 റൂമല്ലേ വേദു? ഇന്നും എല്ലാ ദിവസവും ഡൂയിങ് ദിസ്. ഓക്കെ, ഇന്ന് 2 സ്വാൻ വേദു. ഹാവ് എ നൈസ് ഡേ. സോ സ്വീറ്റ്.
ഇത്രയും പേഴ്സണൽ സർവീസ് എവിടെയും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടാ. ബിജു ഇത് കണ്ടോ? എന്ത് നല്ല ആൾക്കാരാന്ന് കണ്ട വേദുവിന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാ. ബിജുവിന് ഹാർട്ട് വെച്ചിരിക്കുന്ന കണ്ടോ? ഇന്നലെ ഞങ്ങൾ ഇവിടെ ഡിന്നർ കഴിച്ചു. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് ഈ ഒരു തായ് ചിക്കൻ ഗ്രീൻ കറി. ഇറ്റ് ഇസ് ദാറ്റ് ഗുഡ്. ഇറ്റ്സ് റിയലി ഗുഡ് ആസ് വാട്ട് വി ഗെറ്റ് ഇൻ തായ്ലൻഡ്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒന്ന് ഓർഡർ ചെയ്തു. ഇന്നലെ കഴിച്ചെടുത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ബട്ട് ദിസ് ഇസ് മസ്റ്റ് ട്രൈ. അതുകൊണ്ടാണ് വീണ്ടും എടുക്കുന്നത്. അതിൻ്റെ കൂടെ സ്റ്റീം റൈസ് വരും. ഇറ്റ്സ് സൂപ്പർ. അപ്പോൾ ഗൈസ് പിന്നെ വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇത് പക്ഷേ ട്വിസ്റ്റ് അല്ല, ഞങ്ങളുടെ ഫ്ലൈറ്റ് വീണ്ടും ക്യാൻസൽ. എനിക്കൊന്ന് നിങ്ങൾ ഇവിടെ ഞങ്ങൾ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഡെയിലി വ്ളോഗ്സ് വേണം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി. 2 ദിവസത്തേക്ക് ഫ്ലൈറ്റ് ഇല്ല, അതിൻ്റെ പിറ്റേ ദിവസമേ ഉള്ളൂ. സോ നാട്ടിൽ പോകണം എന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല. വി ഹാവ് ടു ടേക്ക് ലൈഫ് ആസ് ഇറ്റ് കംസ് എന്നുള്ള പോളിസിയാണ്. നമ്മുടെ കയ്യിലൊന്നും ചെയ്യാം, നമ്മുടെ കയ്യിലല്ലല്ലോ ഇതൊന്നും. സോ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഹോട്ടൽ റൂംസ് ഞങ്ങളുടെ റൂംസ് അവൈലബിൾ അല്ല. അപ്പോൾ ഞങ്ങൾ വേറെ മാരിയറ്റിലേക്ക് മാറും. അതുമാത്രമല്ല അത് കുറച്ച് സിറ്റിയുടെ അടുത്തും കൂടെയാണ്. ഇത് ഹൈവേയിലാണ്. സോ അത്യാവശ്യം സിറ്റിയുടെ അടുത്തുകൂടിയാണ്. സോ ഇനി 2 ദിവസം അങ്ങോട്ടേക്ക് മാറും. ഇനി നമുക്ക് കുറേ സാധനങ്ങൾ, ഇവിടെ സൂ ഉണ്ട്, പിന്നെ അക്ഷയധാം ടെമ്പിൾ ഉണ്ട്, കുറേ സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, ലേക്ക് ഉണ്ട്. സോ അതൊക്കെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നാളെ കുറച്ച് തിരക്കായിരിക്കും, എന്നാലും ഞങ്ങൾ വ്ളോഗ് ചെയ്തതായിരിക്കും. അപ്പോൾ നാളെ കാണുന്നവരെ എല്ലാവർക്കും സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.